നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അപ്രതീക്ഷിതമായി തിരുവനന്തപുരത്തെത്തി. മധുരയിൽ എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോടനുബന്ധിച്ചുള്ള റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷമായിരുന്നു അദ്ദേഹം രാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തിയത്. ഹോട്ടൽ ഹൈസിന്തിലായിരുന്നു അദ്ദേഹം തങ്ങിയത്. ഇന്ന് അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പോകും. അമിത്ഷായുടെ വരവിനോടനുബന്ധിച്ച് നഗരത്തിലെങ്ങും കനത്ത സുരക്ഷ പോലീസ് ഏർപ്പെടുത്തി. വിവിധ സ്ഥലങ്ങളിൽ പട്രോളിംഗും പരിശോധനകളും കാര്യക്ഷമമാക്കി. ഇന്നലെ രാത്രിയാണ് മുൻകൂട്ടി അറിയിക്കാതെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. സ്വകാര്യ ഹോട്ടലിൽ അടിയന്തര യോഗം ചേർന്നു. പൊതുപരിപാടികളൊന്നുമില്ലാതെ ഇന്നു തന്നെ അദ്ദേഹം മടങ്ങും. ചെന്നൈയിൽ നിന്നാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയത്. കന്യാകുമാരിയിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു പോകാനായിരുന്നു പദ്ധതി. അതിനിടയിലാണ് രാത്രിയിൽ തിരുവനന്തപുരത്ത് എത്തി അടിയന്തര യോഗം ചേർന്നത്. ഇന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി ചെന്നൈയിലേക്ക് മടങ്ങുമെന്നാണ് വിവരം. അതേസമയം മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി സഖ്യത്തെ പരിഹസിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശിവസേന, എൻസിപി, കോൺഗ്രസ് എന്നിവ ചേർച്ചയില്ലാത്ത സ്പെയർ പാർട്സ് കൊണ്ടുള്ള ഓട്ടോറിക്ഷ പോലെയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് ഷായുടെ പരാമർശം. അടുത്തിടെ ബിജെപിയിൽ ചേർന്ന കോൺഗ്രസ് മുൻ വക്താവ് അശോക് ചവാനും വേദിയിലുണ്ടായിരുന്നു. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള കപട ശിവസേനയും ശരത് പവാറിന്റെ കപട എൻസിപിയും അവശേഷിക്കുന്ന കോൺഗ്രസുമാണ് മഹാരാഷ്ട്രയിലുള്ളത്. ചേർച്ചയില്ലാത്ത സ്പെയർ പാർട്സ് കൊണ്ട് നിർമ്മിച്ച ഓട്ടോറിക്ഷ പോലെയാണിത്. ഇവർക്ക് എന്തെങ്കിലും മഹാരാഷ്ട്രയ്ക്ക് നല്ലത് ചെയ്യാൻ സാധിക്കുമോ? ഇത്തരം ഓട്ടോറിക്ഷകൾക്ക് ദിശയോ ഭാവിയോ ഇല്ലെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം സഖ്യം മുങ്ങിപ്പോകുമെന്നും അമിത്ഷാ പറഞ്ഞു. 2014 ലോക സമ്പദ് വ്യവസ്ഥയിൽ 11ാമതായിരുന്ന ഇന്ത്യയെ നരേന്ദ്രമോദി 5ാം സ്ഥാനത്ത് എത്തിച്ചെന്നും മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇന്ത്യയെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയാണ്. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലെത്തുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിനെ വരവേൽക്കാനുള്ള പൊതുയോഗത്തിനായുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. 15-ന് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനിയിലാണ് പൊതുയോഗം തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വേദി ഉൾപ്പെടെയുള്ളവയുടെ ജോലികൾ വ്യാഴാഴ്ച മുതൽ തുടങ്ങി. 1 ലക്ഷത്തോളം പ്രവർത്തകർ പൊതുയോഗത്തിനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സംഘാടകർ പറഞ്ഞു. പങ്കജകസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജ് മൈതാനിയിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് കോളേജ് മൈതാനിയിലേക്ക് എത്തുക. പ്രധാനമന്ത്രിയുടെ സുരക്ഷയൊരുക്കുന്ന SPG ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം 2 സ്ഥലങ്ങളിലും പരിശോധന നടത്തി. പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്ന റോഡിന് ഇരുവശവുമുള്ള വ്യാപാര സ്ഥാപനങ്ങളും ഉയരമുള്ള കെട്ടിടങ്ങളിലും വെള്ളിയാഴ്ച പോലീസ് പരിശോധന നടത്തിയിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി 15-ാം തീയതി കേരളത്തിലേക്ക് എത്തുകയാണ്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അമിത്ഷാ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.